സംസ്ഥാന ബജറ്റിൽ നെൽകർഷകരെ പാടെ അവഗണിച്ചതിനെതിരെ കുട്ടനാട്ടിൽ ഇന്ന് കർഷകരുടെ പ്രതിഷേധാഗ്നി. നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് പാടശേഖരങ്ങളിലും വീടുകളിലും കർഷകർ പ്രതിഷേധാഗ്നി തെളിയിക്കും. നെൽവില കൂട്ടണമെന്ന ആവശ്യവുമായി ഉപവാസ സമരമടക്കം കർഷകർ നടത്തിയെങ്കിലും സർക്കാർ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് കർഷകരുടെ ഈ പ്രതിഷേധം. 1 കിലോ നെല്ല് സപ്ലൈകോ സംഭരിക്കുമ്പോൾ കർഷകന് ലഭിക്കുന്നത് 28 രൂപ 20 പൈസയാണ്. കഴിഞ്ഞ 4 വർഷമായി ഇതിന് മാറ്റമില്ല. 4 വർഷവും കേന്ദ്രം താങ്ങുവില ഉയർത്തി. പക്ഷേ സംസ്ഥാനം വിഹിതം വെട്ടിക്കുറച്ച് 28 രൂപ 20 പൈസയിൽ തന്നെ നിലനിർത്തി. അതിനിടെ വളം, കീടനാശിനി വില, തൊഴിലാളികളുടെ കൂലി എല്ലാം കൂടി. കർഷകർ ഉപവാസ സമരമടക്കം നടത്തിയെങ്കിലും നെൽവില കൂട്ടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. തൊഴിലാളികളെ കൂലി കൂട്ടുന്നത് ഞങ്ങൾക്കെതിരല്ല, പക്ഷേ അതുപോലെ തന്നെ കൃഷിക്കാർക്കും നെല്ലിൻ്റെ വില കൂട്ടിത്തരണം. 19 കൊല്ലം മുന്നേ ഹാൻഡിലിംഗ് ചാർജ് 12 പൈസ തന്നതാണ് 1 കിലോയ്ക്ക്. ആ 19 കൊല്ലം മുമ്പ് തന്ന ഹാൻഡിലിംഗ് ചാർജാണ് ഇന്നും നിലനിൽക്കുന്നത്. 12 പൈസ വെച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളം, കഴിഞ്ഞ കൊല്ലം 900 രൂപ കടന്ന വളം ഇത്തവണ 1530 രൂപയ്ക്കാണ് ഈ കൊല്ലം വളം മേടിച്ചത്. കടം വാങ്ങിയാണെങ്കിലും മറ്റു മാർഗമില്ലാത്തതിനാൽ കൃഷി തുടരുകയാണ് കുട്ടനാട്ടിലെ കർഷകർ. ഇപ്പോഴത്തെ കാർഷിക മേഖലയെ സംബന്ധിച്ചോളം എന്നും അതപ്പതനാണ്. ആർക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഈ ചെയ്തു പോകുന്ന തൊഴിലായതുകൊണ്ടും ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഇത് ഓരോ കൊല്ലവും ഇത് പുരോഗമിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇതെല്ലാ വർഷവും ഇങ്ങനെ ചെയ്യുന്നു, തൂക്കുന്നു. അതിനെ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. ബജറ്റിലെ അവഗണനയ്ക്കെതിരെ നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 6-ന് പാടശേഖരങ്ങളിലും വീടുകളിലും കർഷകർ പ്രതിഷേധാഗ്നി തെളിയിക്കും. ഇത്തവണ ബഡ്ജറ്റ് വന്നപ്പോൾ ആ ബഡ്ജറ്റിൽ നെൽകർഷകർക്ക് വേണ്ടി 1 പൈസ പോലും അവൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു നിലയിലും വിലവർദ്ധനവിൻ്റെ രീതിയിൽ മാറ്റിവെക്കാൻ തയ്യാറായിട്ടില്ല. ഈ നെൽകർഷകരോടുള്ള അവഗണന കാണിച്ചിരിക്കുന്ന സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റ് അത് എല്ലാ കർഷക കുടുംബങ്ങളിലും കത്തിച്ചുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് എല്ലാ കർഷക കുടുംബങ്ങളിലും അതുപോലെ തന്നെ ജംഗ്ഷനുകളിലും പഞ്ചായത്തുകളിലും പാടശേഖരങ്ങളിലും ഒക്കെ തന്നെ ഈ ബഡ്ജറ്റ്, ഈ ജനവിരുദ്ധമായ കർഷക വിരുദ്ധമായ ബഡ്ജറ്റ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധാഗ്നി നടത്താനുള്ള തീരുമാനമാണ് നെൽകർഷക സംരക്ഷണ സമിതി എടുത്തിരിക്കുന്നത്. നെല്ല് സംഭരണത്തിന് പ്രത്യേക തുക വകയിരുത്തണമെന്ന കർഷകരുടെ ആവശ്യമാണ് സംസ്ഥാന സർക്കാർ അവഗണിച്ചത്. സംഭരണ വിലയിൽ നേരിയ വർധനയ്ക്ക് പോലും സർക്കാർ തയ്യാറായില്ല. പ്രതിവർഷം 1500 കോടി രൂപയാണ് നെല്ല് സംഭരണത്തിനായി വേണ്ടത്. ഈ സാഹചര്യത്തിലാണ് 1 രൂപ പോലും വകയിരുത്താതെയുള്ള സർക്കാർ അവഗണന. നിഷ ദിലീപ്, ജനം, ആലപ്പുഴ.